വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു KC's ക്ലാസ്സസ്. KC's ക്ലാസ്സസിന്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദിസ് ഇസ് കിരൺ CS. കുറച്ച് ദിവസങ്ങളായിട്ട് ഏറ്റവും കൂടുതൽ കുട്ടികളുടെ ഭാഗത്ത് നിന്നുള്ള ഒരു ചോദ്യത്തിനുള്ള മറുപടിയാണ് ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. നമുക്കറിയാം, പോസ്റ്റ് ഗ്രാജുവേഷന് ശേഷം ഏറ്റവും കൂടുതൽ കുട്ടികൾ ആഗ്രഹിക്കുന്ന ഒരു ജോബാണ് അസിസ്റ്റന്റ് പ്രൊഫസറായിട്ട് ഒരു കോളേജിൽ കയറുക എന്നുള്ളത്. അതിനു വേണ്ടിയിട്ടുള്ള മിനിമം ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് നെറ്റ് ക്വാളിഫൈ ചെയ്യുക എന്നുള്ളതാണ്. പലർക്കും വളരെ ബുദ്ധിമുട്ടായിട്ട് വരുന്ന ഒരു എക്സാമാണ് നെറ്റ്. ഇപ്പോൾ കോച്ചിങ് ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ കമ്പാരിറ്റീവ്ലി ആദ്യത്തെ പഴയ കാലത്തിനെ അപേക്ഷിച്ച് ഇപ്പോൾ കുറച്ചും കൂടി പെട്ടെന്ന് കുട്ടികൾക്ക് കിട്ടുന്നുണ്ട്. എന്നാലും വളരെ ടഫസ്റ്റ് ആയിട്ടുള്ള ഒരു എക്സാമാണ് നെറ്റ്. അപ്പോൾ ഒരു ഡ്രാഫ്റ്റ് നോട്ടിഫിക്കേഷൻ UGCയുടെ ഭാഗത്ത് നിന്ന് കഴിഞ്ഞ ദിവസം വന്നു. സോ അത് കണ്ടപ്പോഴാണ് ഈ ഒരു സംശയം വന്നത്. അത് നോക്കുന്ന സമയത്ത് ഇനി അസിസ്റ്റന്റ് പ്രൊഫസർ നിയമനത്തിന് ഇനി നെറ്റ് ആവശ്യമില്ല. സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ആ ഡ്രാഫ്റ്റ് നോട്ടിഫിക്കേഷനിൽ എന്താണ് പറയുന്നത്? ഇനി നെറ്റ് ആവശ്യമില്ലേ? നെറ്റ് എടുത്തു കളഞ്ഞോ? അങ്ങനെ ഒരുപാട് കുട്ടികൾ ചോദിക്കുന്നുണ്ട്. എസ്പെഷ്യലി ഡ്രാഫ്റ്റ് നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് ഒരു 10-28 പേജുള്ള ഒരു കാര്യമാണ്. പലരും അത് പ്രോപ്പറായിട്ട് വായിച്ച് നോക്കുന്നില്ല. അപ്പോൾ എന്താണ് സത്യാവസ്ഥ? ഇതാണ് ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള. വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത്, നമ്മുടെ സ്ഥാപനം UGC നെറ്റ് കോമേഴ്സിന് ഓൺലൈനായിട്ട് കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ നമ്മൾ ലൈവ് ക്ലാസ് ഗൂഗിൾ മീറ്റിലൂടെ കൊടുക്കുന്നു. അതിൻ്റെ റെക്കോർഡും ആക്സസ് ചെയ്യാൻ സാധിക്കും. നമുക്ക് ആപ്പിൻ്റെ ആപ്പിലൂടെ ആയിരിക്കും നമ്മൾ റെക്കോർഡ് ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുക. സോ ന്യൂ ബാച്ചിനെ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതാണ് ആ നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും, ഇതൊരു ഡ്രാഫ്റ്റ് നോട്ടിഫിക്കേഷൻ ആണ്, ഫൈനൽ ആയിട്ടില്ല. പല സജഷൻസും പല ഭാഗത്തു നിന്നൊക്കെ വന്നതിന് ശേഷം അതൊക്കെ പരിഗണിച്ചിട്ടായിരിക്കും ഒരു ഫൈനൽ നോട്ടിഫിക്കേഷൻ വരാം. അപ്പൊ ഇതിൽ എന്താണ് പറഞ്ഞിട്ടുള്ളത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, മെയിൻ ആയിട്ട് നമുക്ക് ഫോക്കസ് ഇൻഡയറക്റ്റ് ഏരിയ മാത്രമാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ നെറ്റ് വേണ്ടാത്തതായിട്ട് പറയുന്നത് പ്രൊഫഷണൽ ഏരിയാസിലാണ്. നോൺ പ്രൊഫഷണൽ ഏരിയ എന്ന് പറയുന്ന ഇപ്പൊ കോമേഴ്സ്, നമ്മുടെ അതുപോലെ തന്നെ ആർട്സ്, അവിടെയൊക്കെ നമുക്ക് ഇത് വേണ്ടതായിട്ടുണ്ട്. അതല്ലാണ്ട് പ്രൊഫഷണൽ ഏരിയ ഈ പറയുന്ന ME എവിടെയാ 4.1 നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും. ഇതാണ് ഏരിയ എന്ന് പറയുന്നത്. ME ആൻഡ് MTech ഇവരുടെ കേസിലാണ് ഈ ഒരു ചേഞ്ച് വന്നിട്ടുള്ളത്. PG ഡിഗ്രി വിത്ത് അറ്റ്ലീസ്റ്റ് 55 മാർക്സ് ഉണ്ടെങ്കിൽ ഇനി അവർക്ക് നേരിട്ടിട്ട് അസിസ്റ്റന്റ് പ്രൊഫസറായിട്ട് കയറാൻ സാധിക്കും. അപ്പോൾ ഈ പ്രൊഫഷണൽ ക്വാളിഫിക്കേഷനിലാണ് നെറ്റ് ഇപ്പോൾ മാൻഡേറ്ററി അല്ല, അത് റിമൂവ് ചെയ്തിട്ടുള്ള. മിനിമം ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഈ ME അതുപോലെ തന്നെ MTech ഈ ഏരിയയിൽ ഇത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്കത് പോസിബിളാണ്. അതല്ലാത്ത നമ്മൾ ആർട്സ്, കോമേഴ്സ് അങ്ങനെയുള്ള ഏരിയയിൽ ഇതൊന്നും ഇല്ലാണ്ട് ഇനി എന്താണ് പോസിബിൾ അല്ല, അതിനൊന്നും ഒരു ചേഞ്ചും ഇല്ല. അപ്പോൾ മെയിനായിട്ട് ഈ ഒരു UGC നെറ്റ് റിമൂവ് ചെയ്തിട്ടുള്ളത് ഏതിൽ മാത്രമാണ്? ഈ ഒരൊറ്റ കേസിലാണ്. നിങ്ങൾക്ക് ഇതിൻ്റെ ഡീറ്റെയിൽഡ് ഡ്രാഫ്റ്റിൻ്റെ കാര്യങ്ങൾ ഇവിടെ വായിച്ചു നോക്കിയാൽ കാണാൻ സാധിക്കും എന്തൊക്കെയാണ്, പിന്നെ എന്താണ് നെറ്റ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള പല കാര്യങ്ങളും ഇതിലുണ്ട്. UGCയുടെ വെബ്സൈറ്റിൽ ഇതിൻ്റെ ഡീറ്റെയിൽസ് അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ 10-28 പേജസ് ഉണ്ട്. മുഴുവൻ ഞാൻ എന്ത് ചെയ്യുന്നില്ല, നോക്കി ഇത് മൊത്തം ഡിസ്കസ് ചെയ്ത് സമയം കളയുന്നില്ല. ഇപ്പോൾ പല യൂട്യൂബിൽ തന്നെ വീഡിയോസ് നിങ്ങൾ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 10-20 മിനിറ്റ് ഓരോ വീഡിയോസിലും ഇങ്ങനെ ഡിസ്കസ് ചെയ്ത് പോകുന്നുണ്ട്. ബട്ട് ഇത് ഓൺലി ഒരു ഡ്രാഫ്റ്റ് ആയതുകൊണ്ട് തന്നെ കുറേയൊക്കെ ഇതൊക്കെയായിരിക്കും വരാം, എന്നാലും വേറെ ചേഞ്ചസ് വരാം. ബട്ട് ഇതിൽ നമുക്ക് ഈ നെറ്റിന് വേണ്ട എന്ന് പറയുമ്പോൾ അത് ഉദ്ദേശിച്ചിട്ടുള്ളത് എന്ത് ഏരിയയിൽ മാത്രമാണ്? ഈ പറയുന്ന ME MTech ഈ കോഴ്സസിലോട്ടാണ് ഇനി നെറ്റ് വേണ്ട എന്ന് പറയുന്നത്. ബാക്കിയുള്ളതിലൊന്നും ഇത് ആപ്ലിക്കബിൾ അല്ല. ഓക്കെ, ക്ലാരിറ്റി കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളാണെങ്കിൽ നല്ല രീതിയിൽ നെറ്റിനെ പ്രിപ്പയർ ചെയ്യുക. നെക്സ്റ്റ് ജൂണിലോട്ട് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്ത് അത് ക്വാളിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുക. ഓക്കെ, എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക. അതിനുള്ള മറുപടി ഞാൻ വീഡിയോസിലൂടെ നൽകുന്നതായിരിക്കും. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.